وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ജുമഅയിൽ നാം പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അനുഗ്രഹം ആസ്വദിച്ചും അനുഭവിച്ചും നാം ജീവിക്കുമ്പോൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ച കൽപ്പനകളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൽ യഥാവിധം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ബാധ്യതപ്പെട്ടവരാണ് നാം ഓരോരുത്തരുമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുഴുജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. പടച്ചറബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെട്ട് ബർസഖിൽ വിജയിച്ച് പരലോകത്ത് വിചാരണയിൽ വിജയിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്നവരിൽ അത് നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായി നിശ്ചയിച്ച് അവിടുത്തെ ദഅവ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുവാൻ പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അവിടെയുള്ള ആളുകളുമായി സംവദിക്കേണ്ട രൂപവും രീതിയും അവിടെയുള്ളവരെ തൗഹീദിലേക്കും നമസ്കാരത്തിലേക്കുമെല്ലാം ക്ഷണിക്കണമെന്നും അങ്ങനെ തുടങ്ങിയ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു മൗനത്തിന് ശേഷം യാത്രാമൃഗത്തിന്റെ പുറത്തിരിക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ മുആദ്, ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ ലഅല്ലക അൻ തമുറ ബിമസ്ജിദി വഖബരി. മുആദേ, ഈ വർഷത്തിന് ശേഷം നീ എന്നെ ഇനി കണ്ടുകൊള്ളണമെന്നില്ല. എൻ്റെ പള്ളിയിലോ എൻ്റെ ഖബറിടത്തിലോ ആയിരിക്കാം ഇനി താങ്കൾ വരാൻ ഉള്ളത്, അങ്ങോട്ടായിരിക്കും ഇതിനുശേഷം താങ്കൾ വരിക എന്ന്
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ സന്ദർഭത്തെ മുആദ് റളിയല്ലാഹു അൻഹു അത് വിശദീകരിച്ചുകൊണ്ട് സ്വഹാബികൾ പറയുന്നു, ഫബക്കാ മുആദ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിനെ കുറിച്ചുള്ള സൂചനയാണ് നൽകിയത് എന്ന് മനസ്സിലാക്കി മുആദ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും പോകും, വേർപെടും എന്നെല്ലാം ഓർക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ, അത് ഓർക്കുവാനോ ആലോചിക്കുവാനോ കഴിയാതെ, ഇഷ്ടപ്പെടാതെ പ്രവാചകന്റെ സ്വഹാബ മുആദ് റളിയല്ലാഹു അൻഹു കരയുന്നത് പോലെ കരയുമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മുആദ് റളിയല്ലാഹു അൻഹുവിന് ഈ സൂചന നൽകിയപ്പോൾ കരഞ്ഞതുപോലെ അവിടുത്തെ വഫാത്തിന്റെ വേളയിലും തുടർന്നും സ്വഹാബയും വിശ്വാസികൾ ഒന്നടങ്കവും കണ്ണീർ വാർത്ത ചരിത്രമാണ് നമുക്ക് പ്രവാചക ചരിത്രത്തിൽ വായിക്കുവാൻ സാധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞ ആ റബീഉൽ അവ്വൽ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിനെയായിരുന്നു സ്വഹാബികൾ ഓർക്കുന്നതും സ്വഹാബികളുടെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നതും അവര് വിതുമ്പുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിനെ കുറിച്ച് ഓർത്തുകൊണ്ടായിരുന്നു. സ്വഹാബികൾ പിടക്കുന്ന ഹൃദയത്തോടെ കണ്ണീർ വാർത്തുകൊണ്ട് മാത്രം ഓർത്തെടുക്കുന്ന ഒന്നായിരുന്നു പ്രവാചകന്റെ വേർപാട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എന്ന് പറയുന്നത്. അവിടുന്ന് ആ മരണവേളയുടെ സന്ദർഭങ്ങളിൽ ഒരുപാട് പാഠങ്ങൾ നാം അടങ്ങുന്ന ഈ ഉമ്മത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവപൂർവ്വം നമുക്കെല്ലാം പകർന്നു തരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനകൾ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നു എന്നുള്ളതാണ്. അവിടുത്തെ അവസാനത്തെ റമദാനിൽ പതിവിന് വിപരീതമായി 20 ദിവസം ഇഅ്തികാഫിരിക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാം 2 തവണ ഖുർആൻ മുഴുവനായും ഓതി കേട്ട് പരിശോധിക്കുകയും അതുപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയോടക്കം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ സൂചനകൾ നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ ഹജ്ജിൻ്റെ വേളയിൽ അറഫയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഹാബയോട്, തൻ്റെ കൂടെ വന്ന ഹജ്ജിന് വന്ന സ്വഹാബയോട് പറഞ്ഞത്, അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി, അല്ലയോ ജനങ്ങളെ, എൻ്റെ ഈ സംസാരം നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം, എന്നിൽ നിന്നും ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും ഒപ്പിയെടുക്കണം. ഈ ഒരു ദിവസത്തിന് ശേഷം, ഈ ഒരു വർഷത്തിന് ശേഷം പിന്നെ ഞാൻ നിങ്ങളിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ഉറപ്പുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഹിജ്റ 11 സഫർ 29 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികളായ സ്വഹാബ, ഈ ദീനിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച സ്വഹാബ, അതുപോലെ മരണപ്പെട്ടു പോയ പല സ്വഹാബികൾ, അവിടെ നിന്നെല്ലാം മറമാടപ്പെട്ട മസ്ജിദ് നബവിക്കടുത്തുള്ള ബഖീഉൽ ഗർഖദിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി സന്ദർശനം നടത്തുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പാരത്രിക വിജയത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. തിരിച്ചു പോരുന്നു. ആ തിരിച്ചു പോരുന്ന വഴിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത ക്ഷീണവും വല്ലാത്ത പ്രയാസവും അനുഭവിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കടുത്ത പനി, വല്ലാത്ത പനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബാധിക്കുന്നു. പ്രയാസം ഓരോ ദിനവും കഠിനമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ ചികിത്സയിൽ കഴിയുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ഭാര്യമാരുടെ അനുമതിയോടുകൂടി
അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് വേച്ച് ആ വീട്ടിലേക്ക് എത്തുന്ന രംഗം ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന നാളുകളിലെ 5 ദിവസം മുമ്പുള്ള ഒരു ബുധനാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലക്കും വയറിനും വല്ലാത്ത വേദനകൾ അനുഭവപ്പെട്ട് ശരീരത്തിൽ വെള്ളമൊഴിക്കുവാൻ പറയുകയും ആശ്വാസം അത് മുഖാന്തരം ലഭിക്കുകയും ആ ആശ്വാസം ലഭിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി തൻ്റെ സ്വഹാബയെ അഭിമുഖീകരിച്ചുകൊണ്ട് അവിടുന്ന് സംസാരിച്ചത് ഇന്നല്ലാഹ ഖയ്യറ അബദൻ ബൈന ദുനിയ വബൈന മാ ഇൻദഹു ഫഖ്താറ ദാലികൽ അബ്ദു മാ ഇൻദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഒരടിമയോട് രണ്ട് കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. 2 കാര്യങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി പറയുന്നു. ഒന്ന്, ഈ ലോകത്ത് മുഴുവനായും താമസിക്കുവാൻ ഈ ലോകം ലഭിക്കുവാനുള്ളതും മറ്റൊന്ന് അള്ളാഹുവിൻ്റെ അടുക്കലേക്കുമുള്ളത്. അങ്ങനെ ആ അടിമ അള്ളാഹുവിൻ്റെ അടുത്തേക്കുള്ളത് തിരഞ്ഞെടുത്തു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബയോട് പറയുമ്പോൾ അവിടെ ഒരു മൂലയിൽ മസ്ജിദ് നബവിയുടെ ചാരത്തിരുന്ന് വൃദ്ധനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. അങ്ങനെ ആ കാഴ്ച കണ്ട് പല സ്വഹാബികളും യുവാക്കളായിരുന്നവർ പലരും ആശ്ചര്യപ്പെടുന്നു. ഒരടിമ സന്തോഷത്തോടുകൂടി റബ്ബിൻ്റെ അടുക്കലേക്ക് പോകുവാൻ തീരുമാനിച്ചതിൽ എന്താണ് ഇത്രമാത്രം കരയാൻ മാത്രമുള്ളത് എന്ന് അവരെല്ലാവരും ആശ്ചര്യത്തോടുകൂടി അന്വേഷിക്കുന്നു, ചോദിക്കുന്നു. അവിടുന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് അവിടുന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ആ അടിമ അത് മറ്റാരുമല്ല, അത് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എന്ന് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് 4 ദിവസം മുമ്പുള്ള വ്യാഴാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കടുത്ത പനിയുണ്ടായി, കടുത്ത രോഗമുണ്ടായിട്ടും അന്നേ ദിവസം 4 വഖ്തിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിൽക്കുകയാണ്. അങ്ങനെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശായുടെ അടുത്തെത്തി. സ്വഹാബ തന്നെ കാത്തിരിക്കുന്നത് കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് നേതൃത്വം നൽകുവാൻ വേണ്ടി കടന്നു പോകാനിരിക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനാകുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധം വരുന്ന അവസരത്തിൽ ഉസല്ലിയന്നാസ്, എൻ്റെ ജനങ്ങൾ, എൻ്റെ ഉമ്മത്ത്, എൻ്റെ സ്വഹാബ നമസ്കരിച്ചോ എന്ന് ചോദിക്കുന്നു. ലാ ഹും യൻതളിറൂനക, അങ്ങേ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ കാത്തിരിക്കുന്നുണ്ട് പ്രവാചകരെ എന്ന് അവിടുത്തെ പ്രിയ പത്നിമാർ മറുപടി നൽകുകയാണ്. അങ്ങനെ ഒരു തോൽപാത്രത്തിൽ വെള്ളം വെക്കാൻ പറയുകയും അങ്ങനെ ആ വെള്ളത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ച് എഴുന്നേൽക്കുവാൻ നോക്കുമ്പോൾ വീണ്ടും എഴുന്നേൽക്കുവാൻ കഴിയാതെ ബോധരഹിതനാവുകയാണ്. അങ്ങനെ ഇത് ആവർത്തിച്ച സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമായി നിൽക്കുവാൻ ആവശ്യപ്പെടുന്നു. അവിടുത്തെ വേദന വല്ലാതെ പ്രയാസമായ ആ വേദനയിൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന ഒരു രംഗം അവിടുന്ന് വിശദീകരിക്കുന്നുണ്ട്. യാ റസൂലല്ലാഹ് ഇന്നക തുഅക വഖഅൻ ശദീദ, പ്രവാചകരെ അങ്ങേക്ക് വല്ലാത്ത വേദനയുണ്ടല്ലോ, അങ്ങയുടെ ഈ ഒരു വേദനയും ഈ പ്രയാസവും കാണുമ്പോൾ വല്ലാത്ത പ്രയാസവും വേദനയുമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് എന്ന് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതെ, എനിക്കുള്ള വേദന എന്ന് പറയുന്നത് നിങ്ങളിൽ 2 ആളുകളുടെ വേദന, അത് ഞാൻ ഇന്ന് അനുഭവിക്കുന്നു, ഞാനത് സഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തിരുന്നു കൊണ്ട് സൂറത്തുൽ ഇഖ്ലാസും അതേപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ സൂറത്തുകൾ
പ്രവാചകന്റെ അടുക്കലിരുന്നു കൊണ്ട് പാരായണം ചെയ്ത് പ്രവാചകന്റെ കൈകളിൽ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഊതുകയും ആ ബർക്കത്താക്കപ്പെട്ട കൈകൾ കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മുഴുവനും ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ കൈകൾ ഉപയോഗിച്ച് തടവിക്കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. അവിടുന്ന് 2 ദിവസം മുമ്പ് ശനിയാഴ്ച ദിവസം ളുഹറിന്റെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഠിനമായ വേദനയ്ക്ക്, കഠിനമായ പ്രയാസത്തിന് ഒരൽപ്പം ആശ്വാസം ലഭിക്കുകയാണ്. അലി അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ തോളുകളിൽ കൈവച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേച്ച് നടക്കുകയാണ്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്ന് പിന്നോട്ടടിക്കുവാൻ പ്രവാചകൻ വരുന്നത് ഇങ്ങനെ കാണുകയും ഒന്ന് പിന്നോട്ട് നീങ്ങുവാൻ നിൽക്കുമ്പോൾ പ്രവാചകൻ അവിടെ തന്നെ തുടരുവാൻ വേണ്ടി ആംഗ്യം കാണിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇവർ രണ്ടുപേരുടെയും തോളിൽ കൈവച്ചുകൊണ്ട് ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ട് മുമ്പിലായി ഇരുന്ന് നമസ്കരിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആളുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തുടരുന്ന രൂപത്തിൽ അവസാനമായിക്കൊണ്ട് തൻ്റെ സ്വഹാബയോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് വയ്യാതെ, ശരീരത്തിനേറെ പ്രയാസമായി, ആ പ്രയാസത്തിന്റെ രൂപം അബ്ബാസ് റളിയല്ലാഹുവിന്റെ അലി റളിയല്ലാഹുവിന്റെയും തോളിൽ കൈവച്ചുകൊണ്ട് പ്രവാചകൻ പോകുമ്പോൾ പ്രവാചകന്റെ കാലിലെ തള്ളവിരലുകൾ അത് മണലാരണ്യങ്ങളിലൂടെ നടന്നു പോയതിന്റെ, അങ്ങനെ കാലുറച്ചു വെക്കാൻ കഴിയാതെ ആ തള്ളവിരലുകൾ വേച്ച് വലിച്ചു നടന്നതിന്റെ അടയാളം കാണാമായിരുന്നു എന്ന് ആ പ്രയാസത്തെ വിശദീകരിച്ചുകൊണ്ട് സ്വഹാബ വിശദീകരിക്കുകയാണ്. തലേ ദിവസം ഞായറാഴ്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവമായ ഉപദേശങ്ങൾ തൻ്റെ സ്വഹാബക്ക് നൽകുകയാണ്. ആ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയ ഒന്നാണ് അസ്വലാത്ത്. അസ്വലാത്ത് അസ്വലാത്ത് ഇത്തഖുല്ലാഹ് ഫീമാ മലക്കത് അയ്മാനുക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമസ്കാരം, ആ നമസ്കാരത്തെ സംബന്ധിച്ച് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തലേ ദിവസം തൻ്റെ സ്വഹാബയോട്, ഈ ഉമ്മത്തിനോട്, നാം അടങ്ങുന്ന സമൂഹത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മേറെ ഇഷ്ടപ്പെടുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസാന വേദനയുടെ നിമിഷം വളരെ ഗൗരവപൂർവ്വം നമ്മെ ഓർമ്മപ്പെടുത്തിയ ആ നമസ്കാരത്തെ സംബന്ധിച്ച് എത്ര ഗൗരവം നമ്മൾ കാണിക്കാറുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങനെ ആ തലേ ദിവസം കയ്യിലുണ്ടായിരുന്ന മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്യുകയാണ്. 7 ദീനാറായിരുന്നു ആ മദീനയുടെ ചക്രവർത്തിയുടെ കയ്യിൽ അവസാനമായി അവശേഷിച്ചത്. ആ 7 ദീനാറും ദാനം ചെയ്യുന്നു. പ്രവാചകന്റെ വാള് അതും മുസ്ലിമീങ്ങൾക്ക് ദാനം ചെയ്യുകയാണ്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ തലേ ദിവസം വിളക്ക് കത്തിക്കുവാൻ എണ്ണ നോക്കുമ്പോൾ എണ്ണ കഴിഞ്ഞിരിക്കുന്നു. ഭക്ഷണത്തിന് വേണ്ടി നോക്കുമ്പോൾ അതും കഴിഞ്ഞിരിക്കുന്നു. അവസാനം പ്രവാചകന്റെ ബാക്കിയായ ഒരു പടയങ്കി ജൂതനായ തൻ്റെ അയൽവാസിയുടെ അടുക്കൽ കൊണ്ടുപോയി പണയം വെച്ച് അതിന് പകരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ ആളുകൾക്ക് കഴിയുവാനുള്ള ഒരൽപ്പം ഗോതമ്പും വിളക്കിനുള്ള എണ്ണയും നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ വാങ്ങി വരികയാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് തൊട്ട് മുമ്പുള്ള രാത്രിയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇന്ന് ആ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ധന്യതയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു അവസ്ഥ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലുള്ളത് മുഴുവനും ദാനം ചെയ്തൊന്നുമില്ലാതെ വിളക്ക് കത്തിക്കുവാൻ ജൂതന്റെ അടുക്കൽ നിന്നും എണ്ണ വാങ്ങി വരുന്ന ഒരവസ്ഥയിൽ ഏറെ വേദനയോടെ പ്രയാസത്തോടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകൾ കഴിയുന്ന ദിവസം റബീഉൽ അവ്വൽ 12 മഗ്രിബിന് ശേഷമുള്ള സമയം അങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ വീടുകളിലെ അവസ്ഥ എന്താണ്? നമ്മുടെ നാട്ടിലെ മസ്ജിദുകളുടെ അവസ്ഥ എന്താണ്?
നമ്മുടെ നാട്ടിൽ പല ആളുകളുടെയും വീടുകളുടെ അവസ്ഥ എന്താണ്? അലങ്കാര വർണ്ണമുള്ള വർണ്ണാഭവമായ വിളക്കുകൾ കത്തിച്ചുകൊണ്ട് ആടുകയും തിമിർക്കുകയും അതുപോലെ അത്തരത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിന്റെ ഈ ഒരു അവസ്ഥയെ ആലോചിക്കുന്ന, ഹബീബിനോട് പ്രണയമുള്ള, ഹബീബിനോട് സ്നേഹമുള്ള, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുന്ന ഒരു വിശ്വാസിക്ക്, ഒരു മുഅ്മിനിന് എങ്ങനെയാണ് അങ്ങനെ അലങ്കാര വിളക്കുകൾ നിറച്ച് ആ ഒരു ദിനത്തെ കഴിച്ചുകൂട്ടുവാൻ സാധിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുകയും അത്തരത്തിൽ ആഘോഷിക്കുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. വഫാത്തിന്റെ ദിവസം അതാ സുബഹിന്റെ ജമാഅത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരിനീക്കി പുഞ്ചിരിയോടെ നോക്കി കാണുകയാണ്. പ്രവാചകൻ നോക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. പിന്നോട്ട് മാറാൻ ശ്രമിക്കുന്നു. പ്രവാചകൻ ആംഗ്യം കാണിച്ച് തുടരുവാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. ളുഹയുടെ സമയമെടുക്കുന്ന സമയം അതാ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ഖിത്അത്ത് കബ്ദി, ഫാത്തിമ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. വാ കറബ അബാ, എൻ്റെ ഉപ്പാക്ക് എന്തൊരു പ്രയാസമാണ്, എൻ്റെ ഉപ്പാക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ റബീഉൽ അവൽ 12 ളുഹയുടെ നേരത്ത് പ്രവാചകന്റെ വേദന കണ്ട് കരഞ്ഞുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞത്, ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം, ഇന്നേ ദിവസത്തിന് ശേഷം ഉപ്പാക്കൊരു പ്രയാസവുമില്ല മകളെ, ഉപ്പാക്ക് ഇന്നേ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രയാസവുമില്ല എന്ന് ഫാത്തിമ ബീവിയെ ആശ്വസിപ്പിക്കുകയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ ചേർത്ത് പിടിക്കുന്നു, കാതിൽ എന്തോ ഒന്ന് മന്ത്രിക്കുന്നു. മരണത്തെക്കുറിച്ചായിരുന്നു, പ്രവാചകന്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറയുന്നത്. അവർ കരയുന്നു, വീണ്ടും അടുത്ത് പിടിക്കുന്നു, എന്നിട്ടും കാതിൽ എന്തോ മന്ത്രിക്കുന്നു. അവർ ചിരിക്കുന്നു. അത് ഫാത്തിമ ബീവിയോട് പറഞ്ഞത് പരലോകത്ത് സ്വർഗീയ സ്ത്രീകളുടെ നേതാവ് ഫാത്തിമ മോളാണ് എന്ന് പറയുകയും, എന്നിട്ട് ആ ഉപ്പാക്ക് ശേഷം ഉപ്പാനെ പിന്തുടർന്നുകൊണ്ട് ഉപ്പാന്റെ കുടുംബത്തിൽ നിന്നും കടന്നു വരിക മോളാണ് എന്ന് മോളെ ആശ്വസിപ്പിക്കുകയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന സമയം ളുഹയുടെ നേരമെടുക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവസാന നേരത്തെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ അവർക്ക് ലഭിച്ച ആ ഒരു ഭാഗ്യത്തെ സംബന്ധിച്ച്, അവർക്ക് ലഭിച്ച ആ സൗഭാഗ്യത്തെ സംബന്ധിച്ച് അവിടുന്ന് പങ്കുവെക്കുകയാണ്. ആ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിൽ എൻ്റെ ദിവസം എൻ്റെ നെഞ്ചിനും എൻ്റെ മാറിടത്തിനും നടുവിലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തലവെച്ച് കിടക്കുന്നു. എൻ്റെ സഹോദരൻ അങ്ങോട്ട് കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് പ്രവാചകന്റെ ഹബീബിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഏതു നേരവും ദന്തശുദ്ധീകരണം അത് വലിയൊരു ദൗത്യമായി കൊണ്ടു നടന്ന, വലിയൊരു കാര്യമായി കൊണ്ടു നടന്ന ശുദ്ധീകരണത്തിന് ഏറെ പ്രാധാന്യം കൊടുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ട് അതിലേക്ക് നോക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹക്ക് മനസ്സിലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല്ല് തേക്കാൻ, ദന്തശുദ്ധീകരണം നടത്തുവാൻ ആഗ്രഹമുണ്ട്. ഞാനത് എൻ്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ അത് പരുക്കമായിരുന്നു. ഞാനത് എൻ്റെ പല്ലുകൾ കൊണ്ട് കടിച്ച് അത് പാകപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിസ്വാക്ക് ഉപയോഗിച്ച് അവസാനം അവിടത്തെ പല്ലുകൾ ശുദ്ധീകരിക്കുകയാണ്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അവസാനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരും എൻ്റെ ഉമിനീരും കലർന്നുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ആ സന്ദർഭം ആലോചിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ്. വല്ലാത്ത പ്രയാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുകയാണ്. പണ്ട് ജൂതസ്ത്രീ ആട്ടിൻ മാംസത്തിൽ കലർത്തിക്കൊടുത്ത വിഷത്തിന്റെ അംശങ്ങൾ ഇന്നെന്റെ നാഡീ നരമ്പുകളിൽ അത് പ്രയാസമുണ്ടാക്കുന്നുണ്ട് ആയിഷ. ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം
റബീഉൽ അവ്വൽ 12 ളുഹയുടെ നേരത്ത് പ്രയാസത്തോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസപ്പെടുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ട് വെച്ചിരുന്നു. ആ വെള്ളത്തിൽ കൈവച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രയാസത്തിനൊരു ആശ്വാസമായിക്കൊണ്ട് ആ വെള്ളത്തിൽ കൈയിട്ട് മുഖം ഇങ്ങനെ തടവിക്കൊണ്ടേയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത്തി സക്കറാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, മരണത്തിന് വല്ലാത്ത പ്രയാസമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വേദനകൾ കടിച്ചമർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത്തി സക്കറാത്ത് ഫിർ റഫീഖിൽ അഅ്ലാ, അത്യുന്നതനായ കൂട്ടുകാരന്റെ അടുക്കലേക്ക് എന്ന് പറഞ്ഞ് ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ താനെ അങ്ങോട്ട് വീഴുകയാണ്. അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞ ആ ഒരു നിമിഷമായിരുന്നു റബീഉൽ അവ്വൽ 12 ളുഹയുടെ നേരമെന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ തന്റെ ഉപ്പാന്റെ പ്രയാസം കണ്ട് കരഞ്ഞ ദിവസമായിരുന്നു റബീഉൽ അവ്വൽ 12. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദൂരെ നിന്നോടി വന്ന് പ്രവാചകന്റെ അവസ്ഥ കണ്ട് കരഞ്ഞ ദിവസമായിരുന്നു റബീഉൽ അവ്വൽ 12. ഉമർ റളിയല്ലാഹു അൻഹു സ്വബോധം നഷ്ടപ്പെട്ടു പോയ ദിവസമായിരുന്നു റബീഉൽ അവ്വൽ 12. മദീന മുഴുവനും കരഞ്ഞ ദിവസമായിരുന്നു. സ്വഹാബികൾ പലരും ബോധരഹിതരായി പോയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാട് കണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത നാട്ടിൽ കഴിയുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് പല സ്വഹാബികളും ആ നാട് വിട്ടുപോയ ദിവസമായിരുന്നു റബീഉൽ അവ്വൽ 12. ആ മദീനയിലെ കരച്ചിലിനെ സംബന്ധിച്ച് അബൂ ദുഐബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹാജിമാർ ഇഹ്റാമിലായിരിക്കെ ഒരുമിച്ച് തൽബിയത്ത് ചൊല്ലിയാൽ ഉണ്ടാകുന്ന ഒരു ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം മദീനയിൽ മുഴുവനും ആളുകൾ കരയുന്ന രൂപത്തിൽ അത്രയും ആളുകളുടെ കരച്ചിലിന്റെ ശബ്ദം അത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് സുഹാബ പറയുകയാണ്. ആ സുഹാബ കരഞ്ഞ ദിവസം, ആ സുഹാബ കരഞ്ഞ സമയം നമ്മൾ നമ്മുടെ നാടുകളിൽ പുരോഹിതന്മാർ മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് എന്താണ് ചെയ്യുന്നത്? ആ ളുഹയുടെ നേരത്ത് എന്താണ് ചെയ്യുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ബാങ്ക് വിളിക്കുവാൻ എഴുന്നേറ്റ് നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹു അക്ബർ കഴിഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരിച്ച് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പൂർത്തീകരിക്കുവാൻ കഴിയാതെ ബോധരഹിതനായി മദീനത്തെ പള്ളിയിൽ വീണിട്ടുണ്ട് എങ്കിൽ അവിടുന്ന് കാണിച്ചു തരാത്ത എന്ത് ഹുബ്ബാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ലോകത്തിൽ ആളുകൾക്ക് കാണിക്കുവാനുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസത്തെ ഓർക്കുവാൻ കഴിയാതെ എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് ആ ദിവസത്തെ ആഘോഷിക്കുവാൻ കഴിയുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വേദനകൾ, ചരിത്രങ്ങൾ നമ്മോട് പറയുമ്പോൾ ആ ചരിത്രത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് മധുരം നുണയുവാൻ സാധിക്കുക? എങ്ങനെയാണ് ദഫ്മുട്ടി പാട്ട് പാടുവാൻ സാധിക്കുക? ഇബ്ലീസ് കരഞ്ഞതാണ്, ഇബ്ലീസും വഹാബികളുമാണ് റബീഉൽ അവ്വൽ 12 കരഞ്ഞത് എന്നാണ് പല പുരോഹിതന്മാരും പറയുന്നത്. ആ ആളുകളോട് ഞാൻ നേരത്തെ എണ്ണിയ ലിസ്റ്റുകളുണ്ട്. പ്രവാചകന്റെ പ്രിയ പത്നിമാരുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിന്റെ കഷ്ണമായ മകളുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പ്രവാചകന് ശക്തി നൽകിയ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാമ്പത്തികമായ ഭദ്രത നൽകിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകരം കിടക്കയിൽ കിടന്ന് മരണം വരിക്കുവാൻ തയ്യാറായ അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, പ്രവാചകന് മുമ്പിൽ ശിരസ് കൊടുത്ത ശരീരം കൊടുത്ത സ്വഹാബയുണ്ട്. ആ സ്വഹാബ കരഞ്ഞ ദിവസം ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുക. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദിവസം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മരണത്തിന്റെ ആ ദിവസങ്ങൾ ഇങ്ങനെ നമുക്ക് ആഹ്ലാദിക്കുവാൻ, ആർമാദിക്കുവാൻ, സന്തോഷിക്കുവാൻ സാധിക്കുമെന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഇദാ അസ്വാബ അഹദുകും മുസീബ ഫൽയസ്കുർ മുസീബത്തുഹു ബി ഫഅന്നഹു മിൻ അഅ്ളമുൽ മസാഇബ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾക്ക് വല്ല പ്രയാസവും ബാധിച്ചാൽ, നിങ്ങൾക്ക് വല്ല ദുരിതവും ബാധിച്ചാൽ, നിങ്ങൾക്ക് വല്ല ദുരന്തവും ബാധിച്ചാൽ, നിങ്ങൾ എന്റെ പ്രയാസത്തെ ആലോചിക്കണം, നിങ്ങൾ എന്റെ മരണത്തെ ആലോചിക്കണം. അതിനേക്കാളും മുകളിൽ ഒരു ദുരന്തവും നിങ്ങൾക്ക് വരാനില്ല, അതിനേക്കാളും വലിയ ഒരു പ്രയാസവും നിങ്ങൾക്ക് വരാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ദുരിതവും പ്രയാസവും വരുമ്പോ എന്റെ മരണത്തെ നിങ്ങൾ ആലോചിക്കണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞ ആ ദുരിതം, പ്രവാചകൻ അനുഭവിച്ച വേദന അനുഭവിച്ച ആ മരണത്തിന്റെ ദിവസം റബീഉൽ അവ്വൽ 12 ളുഹയുടെ നേരം, സുബ്ഹ് കഴിഞ്ഞുള്ള നേരം, ആ നേരത്ത് എങ്ങനെ ഒരു വിശ്വാസിക്ക്, ഹബീബിനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നാളെ പരലോകത്ത് കടന്നു ചെന്ന് അവിടത്തെ സുന്ദരമായ കരങ്ങളിൽ സ്പർശിച്ച് ഹൗദുൽ കൗസറിൽ നിന്നും പാനീയം കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെ ആഹ്ലാദിക്കുവാൻ, ആർമാദിക്കുവാൻ, ഉല്ലസിക്കുവാൻ, ദഫ്മുട്ടുവാൻ, പാട്ടുപാടുവാൻ, വിളക്ക് കത്തിക്കുവാൻ സാധിക്കും? അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രയാസത്തെ ആലോചിച്ച്, അവിടത്തെ മരണത്തെ ആലോചിച്ച്, ഇത്തരത്തിൽ ഓരോ ബിദ്അത്തുകൾ കൊണ്ട്, പുത്തനാചാരങ്ങൾ കൊണ്ട് പ്രവാചകന്റെ മതത്തെ വികലമാക്കുന്ന ആളുകൾ, ആ കൂട്ടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടാകും, നമ്മുടെ കുടുംബക്കാരുണ്ടാകും, നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടാകും, നമ്മുടെ അയൽക്കാരുണ്ടാകും. അവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം റബീഉൽ അവ്വലാണെങ്കിലും ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ മരിച്ച ദിവസം റബീഉൽ അവ്വൽ 12 എന്ന് വ്യക്തമായ രേഖയുള്ളതാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പിതാവ്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മകൻ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയതമ, അവർ ജനിച്ചതും അവർ മരിച്ചതും ഒരേ ദിവസമാണ് എന്ന് നമ്മൾ ആലോചിക്കുക. അതിൽ അവരുടെ ആ ഒരു ദിവസം കടന്നു വരുമ്പോൾ നമുക്ക് സങ്കടമാണോ ദുഃഖമാണോ ഉണ്ടാവുക, അല്ല ജനിച്ചതിലുള്ള ആഹ്ലാദമാണോ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് അവിടുത്തെ കരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ് എന്നും അതിൽ സന്തോഷിക്കണം, അതിൽ ആഘോഷിക്കണം എന്ന് പറഞ്ഞും ഷിയാക്കളിലെ ഫാത്തിമിയാക്കൾ ഹിജ്റ 4 ശേഷം 4-ാം നൂറ്റാണ്ടിന് ശേഷം ഈ സമൂഹത്തിൽ കടത്തിക്കൊണ്ടുവന്ന മൗലൂദ് ആഘോഷമാണ് ഇന്ന് പലരും പിന്തുടരുന്നത്. അങ്ങനെ ബിദ്അത്തുകൾ ഒരു വശത്ത് നടക്കുന്നു, അതുപോലെ മറ്റു ആഘോഷങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ മറ്റു മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങൾ നടക്കുന്നു. ഞാൻ പേര് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മൾ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ടത്, അതിനെ എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും, കേരളത്തിൻ്റെ ദേശീയോത്സവം എന്ന് പറഞ്ഞാലും, എന്തെല്ലാം പറഞ്ഞാലും, ഇതിൻ്റെ ഐതിഹ്യങ്ങൾ പരിശോധിക്കുമ്പോൾ, ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ മതമുണ്ട്, അതിൽ ആചാരങ്ങളുണ്ട്. മറ്റുള്ള മതവിശ്വാസികളുടെ ആചാരങ്ങളോട് കൂടിയുള്ള ആഘോഷങ്ങളിൽ വിശ്വാസികൾ പങ്കുചേരുമ്പോൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അല്ലാഹു അല്ലാത്ത ആളുകളെ പ്രതിഷ്ഠിക്കുന്ന ആഘോഷങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് അവർ നടത്തട്ടെ.
അവർ നടത്തട്ടെ, അതിൻ്റെ വിശ്വാസികൾ അത് നടത്തട്ടെ. അതിൽ നമ്മളൊരു സൗഹൃദം പറഞ്ഞ് അത്തരത്തിലുള്ളൊരു മതസൗഹാർദ്ദമല്ല വേണ്ടത്. മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദങ്ങളാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഈ ഒരു ആഘോഷത്തിൽ, ഈ സമയത്ത് നടക്കുന്ന ആഘോഷത്തിൽ അതിൽ മതത്തിൻ്റെ കലർപ്പുണ്ട്, മതവിശ്വാസമുണ്ട് എന്നുള്ളത് നമ്മുടെ ഈ പ്രദേശക്കാർക്ക് പ്രത്യേകമായി പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ലല്ലോ. നമ്മുടെ തൊട്ടടുത്ത അവരുടെ ദേവാലയത്തിലാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒക്കെ ഉള്ളത് എന്ന് അറിയുന്നവരാണ് ഏതായിരുന്നാലും ഇവിടെ ഇരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് അത്തരത്തിലുള്ള ആഘോഷങ്ങളിലൊക്കെയും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ആശംസകൾ നേരുമ്പോഴും അവർ കൊണ്ടുവരുന്ന അത്തരത്തിലുള്ള അവരുടെ സൽക്കാരങ്ങളിലൊക്കെ പങ്കുചേരുമ്പോഴുമൊക്കെ നമ്മൾ ശ്രദ്ധ, വളരെ സൂക്ഷ്മത നമ്മളിൽ ഉണ്ടാകണമെന്ന് വളരെ ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു ഹൈന്ദവ വിശ്വാസിയായ ഒരു സഹോദരൻ, അദ്ദേഹം ശബരിമലയിൽ പോകുവാൻ മാലയിട്ട് നിൽക്കുന്ന അവസരത്തിൽ നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ അവന് വേണ്ടി മാത്രം നമ്മൾ നല്ല പച്ചക്കറി വിഭവങ്ങൾ തയ്യാറാക്കി കൊണ്ടുപോയി കൊടുത്താൽ അവൻ അത് സ്നേഹത്തോടെ നിരസിക്കും. കാരണം അത് അവൻ്റെ വിശ്വാസത്തിനെതിരാണ്. എന്നാൽ ഇത് പറഞ്ഞുകൊടുത്ത് ഈ രണ്ട് വിശ്വാസധാരകളും കൃത്യമായി പറഞ്ഞു കൊടുത്താൽ തീരാവുന്നതേയുള്ളൂ നമ്മുടെ വീട്ടിലേക്കും അത്തരത്തിലുള്ള സൽക്കാരങ്ങൾ. അതുകൊണ്ട് ബിദ്അത്തുകൾ ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ അതുപോലെ നമ്മളിലേക്ക് അതൊരു മാനവിക സൗഹാർദ്ദമായി, മതസൗഹാർദ്ദമായി അതിനെ ചിത്രീകരിച്ചത് കേരളത്തിൻ്റെ ഒരു ദേശീയോത്സവമാക്കി ചിത്രീകരിച്ച് ആ രൂപത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ പറയേണ്ടത്, ഇതിൻ്റെ ആഘോഷത്തിൻ്റെ തലമുറകളായി നടത്തിയ ഹൈന്ദവ മതത്തിലെ പണ്ഡിതന്മാർ അവർ പറയണം ഈ ആഘോഷം അത് ഞങ്ങളുടെ മതത്തിൻ്റെ ആഘോഷമല്ല എന്ന്. അവർ തീർച്ചപ്പെടുത്തി പറയുന്ന ഒരു കാര്യമാണ്, അത് മതത്തിൻ്റെ ആഘോഷമാണ്. അതിലുപയോഗിക്കുന്ന കൊടി, അതിൻ്റെ നടുവിലുള്ള പ്രതിഷ്ഠ, അതിൻ്റെ ഓരോ കള്ളിയിലും ഓരോ കോളങ്ങളിലും വരേണ്ട പൂക്കളങ്ങളുടെ നിറങ്ങൾ, അതേപോലെ ഓരോ പൂവിൻ്റെ വ്യത്യാസങ്ങൾ, ഓരോന്നും ഓരോ ദിവസത്തിനും പ്രത്യേകതകൾ നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ മതവിശ്വാസികളുണ്ട്. അത് അവർ ആഘോഷിക്കട്ടെ, അത് അവർക്കുള്ളതാണ്. അത് നമ്മൾ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നോക്കിക്കണ്ടാൽ മാത്രം മതി എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ പങ്കുചേർന്ന് അത്തരത്തിലുള്ളൊരു സൗഹാർദ്ദമല്ല ഒരു വിശ്വാസി സ്ഥാപിക്കേണ്ടത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആ അയൽപ്പക്കത്തിലുള്ള ആ ഒരു ഹൈന്ദവ സഹോദരൻ അവരുടെ ആരാധനപരമായ ആഘോഷങ്ങളിലേക്ക് ക്ഷണിക്കുമ്പോൾ സ്നേഹത്തോടെ നിരസിക്കുമ്പോൾ അവരുടെ വീട്ടിൽ മരണവും വിവാഹവും അതുപോലെയുള്ള അപകടങ്ങൾ നടക്കുമ്പോൾ ആദ്യം ഓടിച്ചെല്ലേണ്ടത് അയൽവാസിയായ ഒരു വിശ്വാസി ആയിരിക്കണം എന്നുള്ളതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച മാതൃക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നേരത്തെ വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, അവിടുത്തെ ജീവിതത്തിൻ്റെ അവസാനം വരെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജൂതനായ ഒരു മനുഷ്യൻ കിടന്നുറങ്ങി എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാനവിക സൗഹാർദ്ദം എന്നുള്ളത് നാം ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന്, ആ ദീന് അത് വക്രതയില്ലാത്ത മതമാണ്. അതിനെ കൃത്യമായി ആ ദീനിൻ്റെ ആചാരങ്ങളും ചര്യകളും കൃത്യമായി മുറുകെ പിടിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകളുടെ പേരിൽ പല വിധത്തിലുമുള്ള തട്ടിപ്പുകൾ അതേപോലെയുള്ള നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ അറിയാറുണ്ട്. പ്രവാചകന്റെ മുടി എന്ന പേരിൽ, റൗളയുടെ മണ്ണെന്ന പേരിൽ, അങ്ങനെ പല വിധത്തിലും പ്രവാചകന്റെ ആധാറുകളെ വെച്ച് കച്ചവടം നടത്തുന്ന ആളുകൾ, അതിട്ട വെള്ളം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയെന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ആ അത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ, അതിനെതിരെ വളരെ ഗൗരവത്തിൽ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുവാൻ ISM എറണാകുളം ജില്ലാ സമിതിയുടെ കീഴിൽ സെപ്റ്റംബർ 9 ചൊവ്വാഴ്ച ആലുവ ഉളിയന്നൂർ HM ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിലും എല്ലാ ആളുകളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും
അവൻ്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ യഥാവിധം പിൻപറ്റുന്ന മുത്തബി സുന്നകളായി നീ ഞങ്ങളെല്ലാം മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. ആ സുന്നത്തിനെ അനുധാവനം ചെയ്ത് അത് പ്രചരിപ്പിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുന്ന് പ്രബോധനം ചെയ്ത തൗഹീദിനെ ഈ നാട്ടിൽ പ്രബോധനം ചെയ്യുവാൻ നീ ഞങ്ങളുടെ നാവുകൾക്ക് ഞങ്ങൾക്ക് നീ ശക്തി പകർന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منه والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا وأجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد والحمد لله رب العالمين وسلام على المرسلين.